പടം കണ്ടു. അടിപൊളി പടം. തൂക്കി മക്കളെ, തൂക്കി. എൻ്റെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കയ്യിൽ നിന്ന് പോയൊരു സാധനം നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് പറയില്ലേ, അതുപോലെയൊന്നും ഈ പടത്തിൻ്റെ ഒരു ഇത് എന്താ പറയുക, പടം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫീല്. കാരണം ഞാൻ ഫസ്റ്റ് ഹാഫ് ഓക്കെ കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റ് ഹാഫ് ആയപ്പോഴും ഇതേപോലെ തന്നെ കുഴപ്പമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനമാണ് വരുന്നില്ല. പക്ഷെ പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്നാ ഒരാനന്ദം, ആ മൂടേന്നു. ഇപ്പോൾ ഞാൻ ഹാപ്പിയായി. നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്തത്, ആ സാധനം ഈ പടത്തിൽ നമുക്ക് കിട്ടും. കുറച്ച് താമസം ഉണ്ടെന്നുള്ളൂ, പക്ഷേ കിട്ടേണ്ടത് കിടലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു രീതിക്ക് വെച്ച് നോക്കുമ്പോൾ പടം നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കും, നമ്മളെ രസിപ്പിക്കും. ഒറ്റ വാക്കിലെ സിനിമ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്ന, നമ്മളൊരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു അടിപൊളി സിനിമ തന്നെയാണ് ദൃശ്യം 3. ദൃശ്യം 1ൻ്റെയും 2ൻ്റെയും അവിടെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സംശയമാണെങ്കിലും അതിനോട് നീതി പുലർത്തിയ ഒരു സിനിമ തന്നെയാണ് ദൃശ്യം 3. പിന്നെ കൂടുതലായിട്ടും ഇത് ജോർജ് കുട്ടിയുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പോണത്. ജോർജ് കുട്ടിയുടെ മാനസിക വ്യാപാരങ്ങളിലൂടെയാണ് പടം മുന്നോട്ട് പോകുന്നത്. അയാളുടെ സംഘർഷങ്ങളും അത് മനസ്സിലുള്ള കാര്യങ്ങളും അയാളുടെ വേദനകളും ഒക്കെയാണ് പടം മുന്നോട്ട് വെക്കുന്നത്. ഫാമിലി വല്ലാണ്ട് ഈ പടത്തിൽ ഇൻവോൾവ് അല്ല, കഥയിൽ ഇൻവോൾവ് ആണെങ്കിലും അവരുടെ ഇമോഷൻസിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെയാണ് ഇതിൽ മുന്നോട്ട് പോകുന്നത്. കൂടുതലായിട്ടും ജോർജ് കുട്ടിയെ ആണ് ഇതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിലൊരു കിടിലൻ ക്യാമിയോ ഉണ്ട്. ആ ക്യാമിയോ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരും. ക്യാമിയോ പറയാതെ എനിക്കൊരു സമാധാനമില്ല. നമ്മൾ ആൻ്റണി ചേട്ടൻ ഈ പടത്തിലും ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും ആർമാദിക്കിൻ. അതുപോലെ ഒരുപാട് സർപ്രൈസ് ക്യാരക്ടേഴ്സൊക്കെ ഈ പടത്തിലുണ്ട് കേട്ടോ. കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് സ്പോയിലർ പറഞ്ഞിട്ട് നിങ്ങളെ രസം കളയണ്ടല്ലോ. പിന്നെ ഒരു പതിഞ്ഞ താളത്തിലാണ് പടം തുടങ്ങുന്നത്. ഒരു ഫാമിലി ജോസഫിൻ്റെ എല്ലാ പടത്തിലും അങ്ങനെ തന്നെയാണല്ലോ, പ്രത്യേകിച്ച് ദൃശ്യം ഫ്രാഞ്ചൈസിൽ അങ്ങനെയാണല്ലോ. അങ്ങനെ തുടങ്ങി ഫസ്റ്റ് ഹാഫൊക്കെ കുഴപ്പമില്ല, ആ ഒരു മൂഡ്. സെക്കൻഡ് ഹാഫ് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴും അതേ മൂഡ്. ഞാൻ പടം കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുന്ന സമയത്തെപ്പോൾ മാറ്റി. പിന്നെ അങ്ങോട്ട് പടം നമ്മളെ കൊണ്ടുപോയി മക്കളെ, ഒന്നും പറയാല്ല. ക്ലൈമാക്സ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു മൂഡ്. അതാണ് ഞാൻ പറഞ്ഞത്, 1-2 മണിക്കൂറൊന്നും വേണ്ട നമ്മളെ പടത്തിലേക്ക് ഇന്നാക്കാൻ. ഒരു സെക്കൻഡ് മതി. ആ ഒരു സെക്കൻഡിൽ ഈ പടം നമ്മൾ ഇന്നാക്കും. അതാണ് ഈ പടത്തിൻ്റെ ഒരു മാജിക്ക്. പ്രത്യേകിച്ച് ഈ പടം അങ്ങനെ നമ്മളൊരു കൊണ്ടുപോകും. പിന്നെ ഇതിലൊരു ഇൻ്റർവെൽ ബ്ലോക്ക് ഉണ്ട്, അതും അടിപൊളിയാണ്. നമുക്ക് അടുത്ത ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ ഇൻ്റർവെൽ ബ്ലോക്ക് നന്നായിട്ട് നമ്മളിൽ ഉണ്ടാക്കും. അതാ പറഞ്ഞത്, ചെറിയ പൊടിക്കൈകൾ ഇതിൽ ഇടക്കിടക്ക് ഇങ്ങനെ ഇടുന്നുണ്ട് ജിത്തു ജോസഫ്. പിന്നെ ജിത്തു ജോസഫിൻ്റെ മേക്കിങ് അറിയാലോ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണില്ല. പക്ഷേ സ്ക്രിപ്റ്റ്, ക്ലൈമാക്സ് പോർഷൻസൊക്കെ ഗംഭീരം എന്നല്ലാതെ അതിൽ വേറെ ഒന്നും പറയാനില്ല. നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യണത് അത് ഈ പടത്തിൽ കിട്ടുന്നതാണ്. ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തന്നെ രേഖപ്പെടുത്തണം. ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ബാക്കി നിങ്ങളിഷ്ടം.